ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബാക്ക് ഡ്രൈവിംഗ് 3D നടക്കുന്ന നമ്മൾ അല്ലാത്തതായിട്ടുള്ള നമ്മുടെ സ്റ്റോറി പോലത്തെ വീഡിയോ ആയിട്ടാണ് നമ്മളെന്തായാലും വന്നേക്കണം. ഓക്കെ, നമ്മുടെ വെബ് സീരീസ് വീഡിയോ ആയിട്ടല്ല നമ്മളെന്തായാലും വന്നേക്കണം. ഓക്കെ അപ്പോൾ വേറെ ലെവലിങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ ആരെങ്കിലും എന്തായാലും ലൈക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാൽ എൻ്റെ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് എന്തായാലും അപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആവുന്നതാണ്. അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇതുവരെയായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മുടെ ഒരു വീഡിയോസുകളൊക്കെ എന്തായാലും നിങ്ങളെന്തായാലും ഷെയറുകളൊക്കെ എന്തായാലും ചെയ്യണം. ഓക്കെ അപ്പോൾ വേറെ ലെവലിങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോകളൊക്കെ നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും സ്റ്റാർട്ടുകളൊക്കെ എന്തായാലും ചെയ്യാം. അപ്പോൾ നമ്മളൊരു കിടുക്കാച്ച് പൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ എന്തായാലും കാണാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചാൽ അല്ലാത്തതായിട്ടുള്ള സ്റ്റോറീസ് വീഡിയോ ആണ്, വെബ് സീരീസ് അല്ല. വെബ് സീരീസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ആയിട്ടുള്ളൊരു സ്റ്റോറി പോലത്തെ സംഭവമാണ്. ഓക്കെ നമ്മളെന്തായാലും ഇന്നെന്തായാലും നമ്മുടെ മറ്റേ ഒരു മാജിക്കൽ പെയിൻറ്റിങ് ബോർഡിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് വന്നത്. നമ്മുടെ ഫസ്റ്റ് പാർട്ടിലുകളൊക്കെ നമ്മളെന്തായാലും ഒരു മഹീന്ദ്ര താറുകളൊക്കെ നല്ല പൊളിയായിട്ട് നമ്മളെന്തായാലും വരച്ചിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ വരച്ചിട്ട് നമ്മളെന്തായാലും നമ്മുടെ ഈ ഒരു ഗെയിമിലോട്ട് നമ്മളെന്തായാലും സ്പോണാക്കിയിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. അതാണ്. ഒടുക്കത്തെ ലുക്കുകളൊക്കെയാണ് ഈ ഒരു താറുകളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ വീടിനൊക്കെ ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അതെ, മാജിക്കൽ പെയിൻറ്റിങ് ബോർഡ് വെച്ച് നമ്മുടെ വീടൊന്ന് അപ്ഗ്രേഡ് ചെയ്തു. മാജിക്കൽ പെയിൻറ്റിങ് ബോർഡ് വെച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ടിങ്ങൊക്കെ ചെയ്യാം. അപ്പം നമുക്കപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോകളൊക്കെ നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും സ്റ്റാർട്ടുകളൊക്കെ എന്തായാലും ചെയ്യാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ചെയ്യണം. പിന്നെ ഫുള്ളായിട്ട് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോകളൊക്കെ എന്തെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ രാവിലെ തന്നെ ഞാൻ എന്തായാലും എണീറ്റിട്ട് എന്തായാലും ഇങ്ങനെ ചുമ്മാ നടക്കുകയായിരുന്നു. ആകെ ബോറടിങ്ങളൊക്കെയാണ് ഗൈസ്, എന്ത് ചെയ്യാനാണ് ഗൈസ്. ഓക്കെ നമുക്കിന്ന് എന്തെങ്കിലും വരയ്ക്കണം. അതെന്താണ് ഞാൻ ആലോചിക്കണത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരച്ചതാണ് ഈ ഒരു മഹീന്ദ്ര താറുകൾ. നമ്മൾ നല്ല പൊളിയായിട്ടാണ് കേസ് വരച്ചത്. പിന്നെ അതിനുശേഷം ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരു രസത്തിനായിട്ട് അല്ലാതെ തന്നെ ഞാൻ എന്തായാലും നമ്മുടെ ഈ ഒരു കാണുന്ന വീടുകളൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് എന്തായാലും വരച്ചു. അതാണ് പിന്നെ വേറെ സംഭവം. നമുക്കപ്പോൾ ഇന്ന് എന്തായാലും എന്തായാലും വരയ്ക്കാം എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്താലാ, നമ്മുടെ കാർസിനൊക്കെയാണ് ലോഗോസുകളൊക്കെ ഉണ്ടല്ലോ, ഓരോ കാർ ബ്രാൻഡിനും കാലൊക്കെ ലോഗോസുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ലോഗോസ് വെച്ച് നമുക്ക് എന്തായാലും കാറിന് സ്പോണാക്കിയാലാ? നിങ്ങളെന്ത് പറയണ ഗൈസ്? അത് ചെയ്യാം നമുക്ക്. നമുക്ക് ഓരോ വണ്ടികളുടെ ലോഗോ വരച്ച് നമുക്ക് അതെന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഗെയിമിലോട്ട് നമുക്ക് സ്പോൺ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ആ ഒരു കമ്പ്യൂട്ടറിലൊക്കെ പോകാം. ആ ഒരു കമ്പ്യൂട്ടറിലൊക്കെ ടച്ച് പെയിൻ്റ് എന്നുള്ള ആപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു കമ്പ്യൂട്ടറുകളൊക്കെ വെച്ച് എന്തായാലും നൈസായിട്ട് എന്തായാലും നല്ലൊരു പടവുകളൊക്കെ വരയ്ക്കാം. എന്ത് പടം വരയ്ക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ കാറിനുകളൊക്കെ ലോഗോസുകളൊക്കെ ഉണ്ടല്ലോ ഗൈസ്. അപ്പോൾ ആ ഒരു ലോഗോസുകളൊക്കെയാണ് ഞാൻ വരയ്ക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ചില ലോഗോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാരുതി സുസുക്കിയുടെ ലോഗോ ഉണ്ടല്ലോ, ഒരു എസ് പോലത്തെ. പിന്നെ അവിടെ ഏതാണ് ടാറ്റയുടേത്, മഹീന്ദ്രയുടേത്, നമ്മുടെ നിസാണിൻ്റെത്, ലംബോർഗിനിയുടേത്, കൊനിക്സൻ്റെ, പിന്നെ ഏതാണ് അങ്ങനെ കുറേ ബ്രാൻഡുകളുണ്ടല്ലോ, ഔഡി, അങ്ങനെ കുറേ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലോഗോസ് വരച്ചിട്ട് നമുക്ക് എന്തായാലും അതെന്തായാലും റിയൽ ലൈഫിലോട്ട് എന്തായാലും സ്പോണാക്കാൻ പറ്റുമോ നമ്മൾ നോക്കാം. എനിക്ക് അറിയണം, ചിലപ്പോൾ സ്പോണാവുമായിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ട്രൈങ്ങളൊക്കെ ആണ് കേസ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കെന്തായാലും നൈസായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഇരുന്ന് നമുക്ക് എന്തായാലും വരച്ചോക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് വരയ്ക്കാനായിട്ട് പോണ ബ്രാൻഡ് എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം മാരുതി സുസുക്കികളൊക്കെയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് വേറെ കുറേ ബ്രാൻഡുകളൊക്കെ വരയ്ക്കും. ഞാൻ ഇപ്പോൾ ഇവിടെ കമ്പ്യൂട്ടറിലൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല നൈസായിട്ട് നല്ല വരപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നൈസായിട്ട് നല്ല സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗായ്സ്, എന്നാലും ഇവിടെ ഇപ്പോൾ എന്തായാലും നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള ആ ഒരു ടച്ച് പെയിൻ്റ് എന്നുള്ള ആ ഒരു ആപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിലുള്ള ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് അറിയാം. അണ്ടു, റീഡു, എറേസർ, അങ്ങനെ കുറേ ഐറ്റങ്ങളുകളൊക്കെ എന്തായാലും ഉണ്ട്. ലൈൻസ്, അങ്ങനെ കുറേ സാധനങ്ങളുകളൊക്കെ എന്തായാലും ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വരയ്ക്കാനായിട്ട് വേണ കാറിൻ്റെ ലോഗങ്ങളൊക്കെ ഏതാണെന്ന് നിങ്ങൾ മനസ്സിലായി കാണും. നമ്മുടെ മാരുതികളൊക്കെയാണ്. മാരുതിയുടെ എമ്മിൻ്റെ ലോഗോ അല്ല, അത് മാത്രമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് എന്തായാലും ഇങ്ങനെ എന്തായാലും ഒരു വരയങ്ങളൊക്കെ വരയ്ക്കുകയാണ്. ഇതെന്ത് പറ്റി?
ഓ കളർ സെലക്ട് ചെയ്തത് ബെസ്റ്റ്. കളർ സെലക്ട് ചെയ്ത് എങ്ങനെ സാധനം വരും. ബ്ലാക്ക് കൊടുത്ത് എന്നിട്ട് അവിടെ കയറി പിടിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് താന്നിങ്ങനെ വരണം. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് നേരെ മേളോട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ നിന്ന് നേരെ അയ്യോ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് എറേസ് ചെയ്യാം. ഒക്കെ ലൈൻസുകളൊക്കെ എടുക്കാം. കറക്റ്റായിട്ട് അവിടെ പിടിച്ചിട്ട് നമുക്ക് എമ്മുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പോൾ എമ്മിൻ്റെ ഒരു ഇത് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ വരച്ച് എന്നിട്ട് ഇവിടെ നിന്ന് നേരെ താഴോട്ട് ഇങ്ങനെ കുറുകെ ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മാരുതിയുടെ ലോഗോകളൊക്കെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചെയ്ത് വരുമ്പോൾ മാരുതിയുടെ ലോഗോ ആവുമോ എന്തോ കണ്ടറിയാം ഗൈസ്, കേട്ടറിയാം. ഓക്കെ ഓക്കെ, ഇപ്പോൾ വരച്ച് വേറെന്തിൻ്റെ ലോഗോ പോലെ ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, വലിയ കുഴപ്പമില്ല, സീനില്ല, തരക്കേടില്ല. ഓക്കെ, ഇതെന്തരാണ്? ഓക്കെ, നമുക്ക് നൈസായിട്ട് എന്തായാലും ഒരു ഷേപ്പ് പോലെ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ, അങ്ങനെ ഇപ്പം ഷേപ്പിൽ ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, കാണാൻ വലിയ കുഴപ്പമില്ല, കുറച്ച് ബെറ്ററാണ്. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഇനി ഒരു ഇത് എഴുതാം. ഓക്കെ, വേണമെങ്കിൽ മനസ്സിലാവണ്ടേ അവർക്ക്, അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ടീ എന്ന് വേണമെങ്കിൽ ഒരു ഇതടിക്കാം ഗൈസ്. ഓക്കെ, അവർക്ക് മനസ്സിലാകണ്ടേ, അതിനാണ്. ഓക്കെ, അവിടെ ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. ഓക്കെ, മാരുതി ഒന്ന് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയൊക്കെ മതി. ഓക്കെ, ഏത് കാറ് സ്പോണാവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ ലോഗങ്ങനെ കുറച്ചിട്ട് മാരുതി ഒന്ന് അടിച്ചിട്ട് എന്തായാലും ഉണ്ട്, വെറും മാരുതി എന്ന് മതി. ഓക്കെ, ഇനി നമുക്കിത് റിയൽ ലൈഫിലോട്ട് എന്തായാലും സ്പോൺ ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് നമ്മുടെ ഗെയിമിലോട്ട് അങ്ങ് സ്പോൺ ചെയ്ത് നോക്കാൻ വരുമെന്നൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും നമ്മളെന്തായാലും നൈസായിട്ട് എന്തായാലും നമ്മുടെ ആ ഒരു വണ്ടികളൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. വണ്ടികളൊക്കെ നൈസായിട്ട് സ്പോണായിട്ടുണ്ട് കേട്ടാ. എൻ്റെ ആളി ഈ വണ്ടിയാണ് സ്പോണായത്. ഇതെന്ന് വെച്ചാൽ കേസ് നമ്മുടെ മാരുതി സുസുക്കിയുടെ ഒമ്നികളൊക്കെയാണ്. ഓ, നമ്മൾ മാരുതിയുടെ ലോഗോ വരച്ചോണ്ടാണ് നമുക്ക് ഈ കാർ കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ മാരുതി സുസുക്കി എന്ന് അടിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പുതിയ വണ്ടി കിട്ടുമായിരുന്നു. എന്ന് വെച്ചാൽ പഴയ വണ്ടിയാണ് ഒമിനി എന്ന് വെച്ചാൽ. ഓക്കെ, പക്ഷെ വലിയ പഴയതല്ലേ. ഓക്കെ, എന്തായാലും നല്ല വണ്ടി കണക്കെ ആണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും നമ്മുടെ ഈ ഒരു വണ്ടിയും കണക്കാൻ നമുക്ക് നൈസായിട്ട് എന്തായാലും ഡ്രൈവ് ചെയ്ത് കണക്കാൻ നോക്കാം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വരച്ചില്ല. ഓക്കെ ഓക്കെ, വണ്ടിയിൽ ലോഗയൊന്നുമില്ല, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കായിരുന്നു. ഓക്കെ, ഞാൻ മാരുതിയുടെ ലോഗോ വരച്ചിട്ടാണ് എനിക്ക് പഴയ കാർ കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് അടുത്തിന് സുസുക്കിയുടെ ലോഗോ അടിക്കാം. ഓക്കെ, വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഏതോ കിട്ടുമെന്തോ. ഓക്കെ, വണ്ടി നൈസാണ്, ഈ കിടുക്കാച്ച വണ്ടിയാണ്, നല്ല സ്പീഡുകളൊക്കെ അത്യാവശ്യം ഉണ്ട്. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും ഈ ഒരു വണ്ടികളൊക്കെ നൈസായിട്ട് എന്തായാലും ഓടിക്കാം. അമ്മച്ചി ബെസ്റ്റ്. ഇത്രയും കഷ്ടപ്പെട്ട് വരച്ചെടുത്ത വണ്ടി ഒരു സെക്കൻഡ് തന്നെ നമ്മൾ ഇടിച്ച് തവിട് പൊടിയാക്കി. പക്ഷെ നല്ല രസമാണ് കേട്ടോ ഈ ഒരു വണ്ടികളൊക്കെ ഓടിക്കാനായിട്ട്. ഓക്കെ, ഒരു പ്രത്യേക ഫീലാണ് ഈ ഒരു വണ്ടികളൊക്കെ ഓടിക്കാനായിട്ട്. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് കത്തിച്ചു വിടാം. ഓക്കെ, എൻ്റെ അമ്മച്ചി നല്ല അടിപൊളിയായിട്ട് ഇടിച്ചു വീണു. എൻ്റെ അമ്പോ, ഇനി അതിനെ കൊണ്ടൊരു ഉപയോഗമില്ല. നമുക്ക് നേരെ നടന്ന് ആ വണ്ടി എടുത്തോണ്ട് നമുക്ക് നേരെ എന്തായാലും നമ്മുടെ വീടിൻ്റെ അകത്തും. ഓക്കെ, നമുക്കിനി അടുത്ത വണ്ടി വരയ്ക്കാം. അടുത്ത ഞാൻ സുസുക്കിയുടെ ലോഗോ വെച്ചുള്ള ഒരു വണ്ടിയാണ് വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും ഇതെന്തായാലും ഇവിടെ പാർക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീടിൻ്റെ സ്റ്റേഴ്സിൻ്റെ ഇവിടെ ഇടാം. ബെസ്റ്റ്. ഇത് തറ വീണ്, ഇതിനെ കൊണ്ട് ഇനി ഒരു ഉപയോഗമില്ല. വണ്ടി പോയിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് സ്വിമ്മിംഗ് പൂളിടാം. നമുക്ക് പുതിയ വണ്ടി ഇറക്കാം. ഓക്കെ, നമുക്കിപ്പോൾ നൈസായിട്ട് നമ്മുടെ മാജിക്കൽ പെയിൻറ്റ് ബോർഡിൻ്റെ അടുത്ത് പോവാം. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് എന്തായാലും സുസുക്കിയുടെ ലോഗോ വെച്ചുള്ള വണ്ടിയാണ് അറിയണം. അപ്പോൾ നമുക്ക് പുതിയ വണ്ടി കിട്ടുമെന്നാണോ? ഇത് ഏറ്റവും പഴയ വണ്ടിയാണ്. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും അടുത്ത വണ്ടികളൊക്കെ എന്തായാലും നൈസായിട്ട് എന്തായാലും വരയ്ക്കാം. ഓക്കെ, നമ്മുടെ മാജിക്കൽ പെയിൻറ്റിങ് ബോർഡിലും അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും വരയ്ക്കാം. ഓക്കെ ഓക്കെ ഇവിടെ ഇപ്പോൾ എന്തായാലും നമ്മളെന്തായാലും നമ്മുടെ അടുത്ത ലോഗോയായിട്ടുള്ള നമ്മുടെ മാരുതിയുടെ അവരുടെ ലോഗോയങ്ങളൊക്കെ നമ്മളെന്തായാലും വരച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ലോഗോയങ്ങളൊക്കെ നമ്മുടെ സുസുക്കിയുടെ ആണ്. ഓക്കെ, എല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ, പല നമ്മൾ ലൈൻസിൻ്റെ ഓപ്ഷനുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇങ്ങനെ ഒരു കുറച്ചുകൂടെ നീട്ടി വരയ്ക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കളർ അടിക്കാം, ഗ്രേ പോലത്തെ കുറച്ചുകൂടെ ഇങ്ങനെ നീട്ടി വരയ്ക്കുക. അയ്യോ സോറി, മറ്റേ ലൈൻസിൻ്റെ ഓപ്ഷൻ അടിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ലൈനുകളൊക്കെ ഇപ്പം വരച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു ലൈന് അത് ഇച്ചിരി ബോറായി. ഓക്കെ, നമുക്കൊന്നുകൂടെ വരയ്ക്കാം. ഇങ്ങനെ ഒരു ലൈൻ, ഇങ്ങനെ ഒരു ലൈൻ, ഇങ്ങനെ ഒരു ലൈൻ, ഇങ്ങനെ ഒരു ലൈൻ, ഇങ്ങനെ ഒരു ലൈൻ. അയ്യോ വന്നപ്പോൾ വേറെന്തിൻ്റെ ലോഗോ പോയി. ഇങ്ങനെ വരയ്ക്കാം. മാരുതിക്ക് ഇങ്ങനെ കട്ടിയുള്ള ഒരു ലോഗോ അല്ലേ, ജസ്റ്റ് ഒരു ഇത് മാത്രമല്ല, ഇങ്ങനെ ചുറ്റിലും ഇങ്ങനെ അതുണ്ട്. മാരുതിയുടെ ലോഗോ ആവും എന്ന് വന്ന് കഴിയുമ്പം എനിക്കതിനെ കണ്ടിട്ട് മനസ്സിലാവില്ല. ഏകദേശം നമ്മൾ മാരുതിയുടെ ലോഗോ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ അറ്റത്തൊക്കെ അല്ലേ നമുക്കിങ്ങനെ വരച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കളർ ചെയ്യണ സമയത്ത് അത് വെളിയിൽ പോകും. നമുക്ക് ഈ അറ്റത്തൊക്കെയാണ് കൂടുതൽ ഉള്ളത് സാധനം. ഓക്കെ, ഈ അറ്റത്തൊക്കെ നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി ഈ ഒരറ്റത്ത്, ഈ ഒരറ്റത്ത്, ഈ ഒരറ്റത്ത്, ഈ ഒരറ്റത്ത്, അങ്ങനെ കുറേ അറ്റങ്ങളൊക്കെ ഉണ്ട്. ഈ എറൈസറുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി ഫില്ലെന്നുള്ള ഈ ഒരു സാധനം എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ കളറുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാനായിട്ട് വലിയ കുഴപ്പമില്ല. ഓക്കെ, നൈസാണ്. ഓക്കെ, ആണെങ്കിൽ സുസുക്കി എന്നും കൂടെ എഴുതാം. ഓക്കെ ഓക്കെ, ഞാൻ അങ്ങനെ സുസുക്കി എന്ന് അങ്ങനെ എഴുതിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ ഓക്കെ, സുസുക്കിയുടെ ലോഗോയാണ്. ഓക്കെ, ഏത് കാർ കിട്ടുമെന്ന് എനിക്കൊരു പിടിയിൽ തന്നെ ഇല്ല, ഏതായിട്ട് ഞാൻ അതേപോലെ വരച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും ഇനി എന്തായാലും ഈ ഒരു ഐറ്റങ്ങളൊക്കെ എന്തായാലും നമ്മുടെ ഏതാണ് ഗെയിമിലോട്ട് നമുക്ക് എന്തായാലും സ്പോണുകളൊക്കെ ചെയ്യാം. ഓക്കെ, ഓക്കെ ഗായ്സ്, അപ്പം ഞാൻ എന്തായാലും നൈസായിട്ട് എന്തായാലും നമ്മുടെ അടുത്ത വണ്ടികളൊക്കെ എന്തായാലും വരച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയല്ല, അടുത്ത വണ്ടിയുടെ ഏതാണ് ലോഗോകളൊക്കെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇതേത് വണ്ടി? ഇത് നമ്മുടെ മാരുതിയുടെ സുസുക്കിയുടെ സ്വിഫ്റ്റ് അല്ലേ, ഏറ്റവും പുതിയ. യെസ് ഗൈസ്, ഇത് അത് തന്നെ ഗൈസ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും പുതിയ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റുകളൊക്കെയാണ്. ഓക്കെ, നമ്മുടെ ഏറ്റവും പുതിയ 4th ജനറേഷനുകളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വരച്ചപ്പം ഈ വണ്ടി കിട്ടി. ഓക്കെ, നമ്മൾ ഫസ്റ്റ് മാരുതിയുടെ ലോഗോ വരച്ചപ്പോൾ നമുക്ക് ആ ഒമിനി കിട്ടി, സുസുക്കിയുടെ ലോഗോ വരച്ചപ്പോൾ ഇത് കിട്ടി. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ്. ഓക്കെ, മാരുതിയുടെ ലോഗോ പഴയ വണ്ടികളൊക്കെ ആയിട്ടാണ് അപ്പോൾ സൂചിക്കണം. ഓക്കെ, ഇവിടെ പുതിയ വണ്ടികളൊക്കെ നമ്മുടെ സുസുക്കിയുടെ ലോഗോയാണ് സൂചിപ്പിക്കണം. ഓക്കെ, മനസ്സിലായി. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും ഈ വണ്ടികളൊക്കെ റിവേഴ്സ് ആക്കുക. പക്ഷേ രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും ഈ സ്വിഫ്റ്റ് ഓടിച്ച് നോക്കാം. ഓക്കെ, നമ്മൾ വരച്ചാണ്ടിയല്ലേ, അപ്പോൾ നമുക്ക് ഓടിക്കുകയൊക്കെ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഒരു ഗുമ്മ കാണുമല്ലോ. ഓക്കെ, ഓ മാൻ, നമ്മൾ വരച്ച വണ്ടി സൂപ്പറായി. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ബ്രാൻഡിങ്ങളൊക്കെ വരയ്ക്കാം. ഓക്കെ, നമുക്കെന്തായാലും കത്തിച്ചെന്തായാലും വിടാം. ഓക്കെ, നമുക്ക് സ്പീഡ് പോവാം. എൻ്റെ അമ്മച്ചി, ബെസ്റ്റ്. എൻ്റെ അമ്പോ, എന്ത് പോയ പോക്കടയാ വണ്ടി പോയാ, അത് പോയെന്ന് തോന്നണം. ഓക്കെ, നല്ല കാര്യം, ആ കാറിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. നമുക്കത് പോയി എന്തായാലും എടുക്കാം ഗൈസ്. ഓക്കെ, ഓക്കെ, നമ്മളങ്ങനെ വണ്ടിയുടെ അടുത്ത് കണക്ക് ഏകദേശം എത്തിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, വണ്ടിയുടെ പരിപ്പിളവി
വണ്ടിന്ന് സാധനം ഇല്ല, ഫുള്ള് ഇളവി, അടിപൊളി. പക്ഷെ നമ്മൾ വരച്ച വണ്ടി സ്പോണായില്ല, അത് മതി. സുസുക്കിയുടെ ലോഗോ എങ്ങനെ ഇരിക്കണേന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഈ വണ്ടിയിൽ ഒന്നിനും ലോഗമില്ല, അടിപൊളി. അതെന്തെങ്കിലും ആവട്ടെ, അടിപൊളി. എൻ്റെ അമ്മച്ചി. അവസാനത്തെ ഡോറുണ്ടായിരുന്നു, അതും കൂടെ ഇളവി പോയി. ഫ്രണ്ട് ഗ്ലാസും പൊട്ടിയെല്ലാം പോയി. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും നമ്മുടെ ഈ ഒരു സ്വിഫ്റ്റ് എടുത്തോണ്ട് നമുക്ക് വീട്ടിൽ പോകാം. നമുക്ക് അടുത്ത വണ്ടി ഇറങ്ങി. ഓക്കെ, അടുത്ത നമുക്ക് നമ്മുടെ മഹീന്ദ്രയും കണക്ക് വരയ്ക്കാം. ഓക്കെ, മഹീന്ദ്രയും കണക്ക് ഉണ്ടല്ലോ നമ്മുടെ മഹീന്ദ്രയുടെ ഓൾഡ് ലോഗോ വരയ്ക്കാം. ഓക്കെ ഓക്കെ, അടുത്തോളം മഹീന്ദ്രനെ വരയ്ക്കാൻ വേണേ. ഏത് വണ്ടി ഇട്ട് വന്നു, നമുക്ക് വെള്ളത്തിൽ കിടക്കട്ടെ ഇതൊക്കെ. നമുക്കിപ്പോൾ നൈസായിട്ട് എന്തായാലും പറയാം. ഓക്കെ, ഇന്ന് നമുക്ക് ഒരു കാര്യം, നമുക്കൊരു 2 വണ്ടിയും കൂടെ അരച്ചിട്ട് നമുക്ക് ബാക്കി കാര്യം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത വണ്ടി ഇങ്ങനെ വരയ്ക്കാനായിട്ട് പോകണമെന്ന് വെച്ചാൽ നമ്മുടെ മഹീന്ദ്രയാണ്. ഓക്കെ, അടുത്ത വണ്ടിയുടെ ലോഗോ. ഓക്കെ, അപ്പോൾ എന്തായാലും നേരെ നേരം അതിലോട്ട് എന്തായാലും നമുക്ക് കടക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ ഏതാണ് ടെക്സ് പെയിൻ്റ് എന്നുള്ള ആപ്പ് നമ്മൾ പിന്നെ എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത് നമ്മുടെ ലോഗോങ്ങളൊക്കെ വരയ്ക്കുക. അടുത്ത് നമ്മുടെ മഹീന്ദ്രയുടെ ആണ്. ഓക്കെ, നമുക്കപ്പോൾ ഓൾഡ് ലോഗോ വരയ്ക്കാം, കുറച്ച് ഇങ്ങോട്ട് നീക്കി വരയ്ക്കാം. വലുതായിട്ട് വരയ്ക്കാനാണ് എൻ്റെ പ്ലാൻ. ഓക്കെ, ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പാണ് നമ്മൾ അതിന് വരണത്. ഓക്കെ, ഓവൽ ഷേപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് ഞാൻ വരച്ചെടുത്തു. ഓക്കെ, അത് കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, അപ്പം അങ്ങനെ എന്തായാലും ഒരു ബോർഡറോളം ഇങ്ങനെ വരച്ചെടുത്തിട്ടാണ് ഇവിടെ ഓവൽ ഷേപ്പുകളൊക്കെ വെച്ചു. ഓക്കെ, ഇനി അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ അയ്യോ അലമ്പായിപ്പോയടേ. അതൊന്നും ഇങ്ങനെ വിട്ടെടുത്ത പോലെ അലമ്പായി ഗൈസ്. എന്നാലും എല്ലാം വാങ്ങിച്ചാൽ കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ മഹീന്ദ്ര എന്നൊരു ഹെഡിങ്ങും കൊടുത്താൽ അത് കുഴപ്പമില്ല, അത് പോട്ടെ, നമുക്ക് പിന്നെ എഴുതാം. ഓക്കെ ഓക്കെ, നമ്മളങ്ങനെ വരച്ചാൽ ആദ്യം വരച്ചാൽ തെറ്റിപ്പോയി. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ വലുതായിട്ട് ഓക്കെ മതി, നമുക്ക് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, നമുക്ക് അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ ഒരു ലോഗോ കറക്റ്റ് വെച്ചു. ഇനി നമുക്ക് ഫില്ലെന്ന് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഈ കളർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സത്യത്തിൽ ഇങ്ങനെയല്ല കറക്റ്റായിട്ട് വരണമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇങ്ങനെ ഇപ്പോൾ ഈ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് നേരെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു നമ്മുടെ മഹീന്ദ്രയുടെ ലോഗോയും കാര്യങ്ങളും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ആണെങ്കിൽ കട്ടി കൂട്ടാം. ഓക്കെ, കുറച്ചുകൂടെ ആണെങ്കിൽ കട്ടിങ്ങളൊക്കെ കൂട്ടാം. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും വരച്ചിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും കുറച്ചുകൂടെ ഇപ്പോൾ കട്ടി ഇവിടെ ഇപ്പോൾ കുറച്ചുകൂടെ എന്തായാലും കൊള്ളാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും മഹീന്ദ്രയിൽ എന്തായാലും ഒരു ഇതും കൂടെ എന്തായാലും നമുക്ക് എഴുതാം. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ആ ഒരു ടൈപ്പ് ചെയ്യണ ഒരു പോർഷൻ അവിടെ നമുക്ക് മഹീന്ദ്രാന്ന് ഞാൻ എന്തായാലും അടിച്ചിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, കളറാണെങ്കിൽ മാറ്റി കൊടുക്കാം. ഓക്കെ, കളറ് ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഓൾമോസ്റ്റ് സെറ്റാണ്. ഓക്കെ, ഇനി നമുക്കത് സ്പോണാവോ നോക്കാം. ഓക്കെ, വേറെ വല്ല വണ്ടി വരുമോ നോക്കാം, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണെങ്കിൽ മഹീന്ദ്ര എന്ന് അടിച്ചു കൊടുത്തു. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് അതിലോട്ട് സ്പോണാക്കാം. ഓക്കെ ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും ഗൈസ് നമ്മളെന്തായാലും ഗൈസ് നമ്മുടെ മഹീന്ദ്രയുടെ ലോഗോങ്ങൾ വരച്ചിട്ടുണ്ട്. ഓൾഡാണ്. ഓക്കെ, ഓൾഡ് മഹീന്ദ്രയുടെ ലോഗോകൾ വരച്ചിട്ടുണ്ട്. എൻ്റെ അളിയ ഓൾഡ് മഹീന്ദ്രയുടെ ലോഗോകളൊക്കെ വരച്ചപ്പോൾ വന്ന വണ്ടികളൊക്കെ ഇതാണ് ഗൈസ്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ നമ്മുടെ മഹീന്ദ്രയുടെ സ്കോർപിയോ S11കളൊക്കെയാണ്. ഓക്കെ, എൻ്റെ മോനെ സീന് വണ്ടിയാണ്. ഓക്കെ, സ്കോർപിയോ ആണ് ഗൈസ് നമുക്ക് കിട്ടിയതൊക്കെ. ഓ മാൻ, വിഷയമായിട്ടുണ്ട്. ഓക്കെ, ഓ ഫ്രണ്ടിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, RGS അങ്ങനെ എന്തൊക്കെയോ. ഓക്കെ, എന്തായാലും കൊള്ളാം ഗൈസ്, നല്ല രസങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. ഓക്കെ, നമ്മൾ വരച്ച വണ്ടി ഫൈനലി അങ്ങനെ സ്പോൺ ആയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമാണ് സ്കോർപിയോ. ഓക്കെ
ഓ ഓൾഡ് മഹീന്ദ്രയുടെ ലോഗങ്ങളൊക്കെ വരച്ചാൽ സ്കോർപ്പിയോ. അപ്പം ഇനി ന്യൂ മഹീന്ദ്രയുടെ ലോഗോ വരച്ചാൽ താറ് കിട്ടും. അറിഞ്ഞൂടെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും ഓടിച്ച് നോക്കാം. ഓക്കെ ഓക്കെ, നമ്മളങ്ങനെ വണ്ടികളൊക്കെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതും കൊണ്ടെന്നാലും നേരെ എന്തായാലും ഓടിച്ച് നോക്കാം. ഓ മാൻ, എന്താ രസമല്ലേ വണ്ടി ഓടിക്കാൻ. ഓ നല്ല കിടിലൻ കൺട്രോളും എല്ലാ സീനാണ്. അമ്മച്ചി നല്ല രസമുണ്ട്. ഓക്കെ, ഇപ്പോൾ വണ്ടി ഇടിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ എത്ര ഇടിച്ചാലും ഇടിച്ചില്ലെങ്കിൽ വണ്ടി നല്ല രസമാണ്. ഓക്കെ, നമ്മുടെ വെബ് സീരീസ് വീഡിയോസിലൊക്കെ ഇടും. ഓക്കെ ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ വരച്ച വണ്ടി അങ്ങനെ ഫൈനലി അങ്ങനെ സ്പോൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ മഹീന്ദ്രയുടെ സ്കോർപ്പിയോ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സ്കോർപ്പിയോയുടെ S11 കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇതൊക്കെ മതി, ഇതൊക്കെ ധാരാളമാണ്. ഓക്കെ, വണ്ടി ഇടിച്ച് ഡോറൊക്കെ പറഞ്ഞേ. ഓക്കെ, നമുക്കിനി അടുത്ത ന്യൂ മഹീന്ദ്രയുടെ ലോഗങ്ങളൊക്കെ വരയ്ക്കാം. നമ്മൾ ലോഗോ വരയ്ക്കുന്നതിനനുസരിച്ച് ഓരോ വണ്ടികളും സ്പോണം. നമ്മളിപ്പോൾ ഒരു ലോഗയുടെ ഓൾഡ് ലോഗങ്ങളൊക്കെ വരച്ചു കഴിഞ്ഞാൽ ആ ലോഗോ വെച്ചിട്ടുള്ള വണ്ടി വരും. ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ, എനിക്കറിയാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും നേരെ എന്തായാലും ഇതും കൊണ്ട് എന്തായാലും കത്തിച്ച് വിടാം. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത വണ്ടികളൊക്കെ വരയ്ക്കാനായിട്ട് ടൈമുകളൊക്കെ ആയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഏകദേശം പരുവായി. ഇതൊക്കെ ഇതേ വണ്ടി വരയ്ക്കാം നമുക്ക്. ഇതൊരു പരുവായി. ഓക്കെ, മാറി നിൽക്കാൻ എൻ്റെ പൊന്ന ലംബോർഗിനി ഓടിക്കുന്ന ചേട്ടാ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത വണ്ടികളൊക്കെ നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഒരു വണ്ടി കൂടെ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഒരു വണ്ടിയുടെ ലോഗയും കൂടെ നമുക്ക് വരയ്ക്കാം. ഓക്കെ, അത് ഈ മഹീന്ദ്രയുടെ തന്നെയാണ്. ഓക്കെ, ന്യൂ ലോഗങ്ങളൊക്കെ. അമ്മച്ചി, എൻ്റെ അമ്മേ അമ്മേ, ബെസ്റ്റ്. ഇതും വെള്ളത്തിൽ വീണ്, നല്ല കാര്യം. അയ്യോ, താറിൻ്റെ ഡോറൊക്കെ തുറന്നെടുക്കണം, അടിപൊളി. അത് കുഴപ്പമില്ല. ഓക്കെ, താറിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ സ്മെല്ല് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് വെയിലടിച്ച് ഉണങ്ങിക്കോളും. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ മഹീന്ദ്രയുടെ ന്യൂ ലോഗോ അറിയാം. അപ്പോൾ അത് വണ്ടി വരുമെന്ന് എനിക്ക് അറിയണം. മിക്കവാറും താറായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും ഗൈസ് നമ്മളെന്തായാലും ആ ഒരു ടെക്സ്റ്റ് പെയിൻറ്റുകളൊക്കെ പിന്നെ എന്തായാലും ഓപ്പൺ ആക്കിയേക്കാണ്. ഓക്കെ ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ ന്യൂ ആയിട്ടുള്ള മഹീന്ദ്രയുടെ ലോഗങ്ങളൊക്കെ നമുക്ക് വരയ്ക്കാം. ഓക്കെ ഓക്കെ, അവിടെ ഇപ്പോൾ നമ്മുടെ ആ ഒരു ലൈൻസിൻ്റെ ഒരു ഏരിയ എടുത്ത് നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ഒരു ലൈനിങ്ങളൊക്കെ വരയ്ക്കാം. ഓക്കെ, ലൈൻ വരയ്ക്കണതിന് അയ്യോ സോറി, വര തെറ്റിപ്പോയി. ലൈൻസ് ഒന്നുകൂടെ എടുക്കാം, കളറൊന്ന് ചെറുതായിട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇങ്ങനെ താത്തി അങ്ങ് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഒരു കിഴക്കച്ച് വര അങ്ങ് വരയ്ക്കാം. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രെയിറ്റ്. ഓക്കെ, ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നേരെ ഇവിടെ നേരെ ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, ഇവിടെ നേരെ ഇങ്ങനെ വരയ്ക്കണം. ഇനി അവിടെ നേരെ ഇങ്ങനെ വരയ്ക്കണം. ഇനി ഇവിടെ നേരെ മുകളിലോട്ട് വരയ്ക്കണം. ഓക്കെ, ഇനി എറേസറിങ്ങളൊക്കെ എടുക്കാം. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടുണ്ടാവും, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നൈസായിട്ട് അതും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതെടുക്കാം, ചെറുതായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല, ചെറുതായിട്ടൊരു ഇതല്ലേ. കറക്റ്റായിട്ടൊന്ന് എടുക്കാം. ഓക്കെ, എടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അങ്ങനെ അതങ്ങനെ വരച്ചിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലൈൻസിൻ്റെ ആ ഒരു ഐറ്റം എടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെ നേരെ നമുക്ക് ഇവിടെ കൊണ്ടുപോയി ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതിനടുത്ത് നമുക്ക് നേരെ ഇവിടെ കൊണ്ടുപോയി ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇതിങ്ങനെ എടുത്തിട്ട് ഈ ഒരു ഏരിയ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ബോൾട്ടാക്കി എടുക്കണം. ഇവിടെ നമുക്കിങ്ങനെ കളർ അടിക്കാനുള്ളതാണ്. ഓക്കെ, അതിൻ്റെ നടുക്കിൽ കംപ്ലീറ്റ്ലി ഒരു ഇതടിക്കാനാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ ഓക്കെ, ഈ ഒരു ഏരിയയൊക്കെ നമ്മൾ സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, ഈ ലോകങ്ങളും കുറച്ചുകൂടെ ഒന്ന് നല്ല വൃത്തിയാക്കി എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അയ്യോ സോറി, എനിക്ക് മാറിപ്പോയി ലൈൻസ്.
ലൈൻസിന് പറയാൻ അതെടുത്തറിയാം. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് നൈസായിട്ട് ഇങ്ങനെ എന്തായാലും എടുക്കാം. ഓക്കെ, നമുക്ക് എറേസറുകളൊക്കെ നൈസായിട്ട് ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. ഓക്കെ, എറേസറുകളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ ഓക്കെ, ഓൾമോസ്റ്റ് സെറ്റ് ആയിരുന്നു. ഇനി നമുക്ക് ഫ്ലോ എടുത്തിട്ട് ഇവിടെ കംപ്ലീറ്റിലാണ് അടിച്ചു കൊടുത്താൽ. ഓക്കെ ഓക്കെ, നമ്മളിങ്ങനെ മഹീന്ദ്രയുടെ ന്യൂ ലോഗങ്ങളൊക്കെ വരച്ചിടണം. വേണമെങ്കിൽ ഒരു ഇതും കൂടെ കൊടുക്കുക. ഓക്കെ, മഹീഹെച്ചോടെ മഹീന്ദ്ര. ഓക്കെ, സെറ്റാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ലുക്കൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ, കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. കളറും കൂടെ മാറ്റി കൊടുക്കാം. ഇങ്ങനത്തെ ഒരു കളറാക്കാം. ഓക്കെ, അയ്യോ നമ്മൾ അടിച്ചതെവിടെ? സോറി, അത് പോയി. നമുക്കൊന്നും കൂടെ മഹീന്ദ്രാന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അതൊക്കെ മതി. ഓക്കെ, നമ്മളങ്ങനെ മഹീന്ദ്ര എന്നൊന്നും കൂടെ എന്തായാലും എഴുതിയിട്ടുണ്ട് കറക്റ്റായിട്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കിനി ഇത് നേരെ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് നോക്കും. എന്തായാലും സ്പോണൊക്കെ. ഓക്കെ, അപ്പോൾ ഏത് വരുമെന്ന് ഇറങ്ങണം, നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും നൈസായിട്ട് നമ്മളെന്തായാലും അടുത്ത വണ്ടികളൊക്കെ നമ്മളെന്തായാലും വരച്ചിട്ടുണ്ട്. ഓക്കെ, ആ വണ്ടിയുടെ ലോഗങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ഓക്കെ, വണ്ടി സ്പോണായെന്ന് ഇറങ്ങണം, നമുക്ക് നോക്കാം. വണ്ടി സ്പോണായി. വന്ന വണ്ടി താറാണ്. ഓക്കെ, കറച്ചിൽ താറ വരും, അതെനിക്ക് നന്നായിട്ട് അറിയാം. കറച്ചിൽ ഈ ഒരു താറിൻ്റെ ഫ്രണ്ട് നോക്കിയാലും മനസ്സിലാവും നമ്മുടെ ന്യൂ ലോഗങ്ങളൊക്കെയാണ്. ഓക്കെ, അതിൻ്റെ ഫ്രണ്ട് നോക്കിയാലും മനസ്സിലാവും അതിൻ്റെയും ന്യൂ ലോഗങ്ങളൊക്കെയാണ്. ഓക്കെ, അതുകൊണ്ട് അതേ വരും. ഓക്കെ, ഓൾഡ് ലോഗോ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് സ്കോർപ്പിയോ കിട്ടും. ഓക്കെ, അതാണ് ആ വെള്ളത്തിൽ കിടക്കണം. ഓക്കെ, നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അകത്തൊക്കെ. ഓ താറോ ഹൊർണോ കൂടെ കിട്ടി നമുക്ക്. ഇപ്പം തന്നെ ഇടിച്ചു ഓൾറെഡി, കുഴപ്പമില്ല. ഓക്കെ, നമുക്കപ്പോൾ ഇതും കൊണ്ടെന്തായാലും കത്തിച്ചെന്നാലും ഇവിടെ എൻ്റെ അമ്മ ബെസ്റ്റ്. ഇപ്പം തന്നെ 2 ഡോറുകളായി പോയിട്ടുണ്ട്. നല്ല കാര്യം. ഓക്കെ, നമ്മളിപ്പോൾ ഈ വരക്കണ ലോഗെ പിന്നെ എടുത്തിട്ട് നമ്മൾ പിന്നെയും സേവ് എടുത്തിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാറുകൾ സ്പോണാകും. ഓക്കെ, അങ്ങനെയുണ്ട്. ഓക്കെ, ഒരിക്കലും നമുക്ക് എപ്പോഴും വേണമെങ്കിലും സ്പോണാകും. ഓക്കെ, പിന്നെ എടുത്തിട്ട് നമ്മൾ ഒരിക്കൽ കൂടെ സേവ് പുതുക്കി കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്പോണാകും. ഓക്കെ, അങ്ങനെ കൊണ്ട് ഗൈസ് അമ്മച്ചി നമ്മുടെ താറിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് നേരെ എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ എൻ്റെ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും എന്തായാലും നമ്മുടെ ചാനലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലൈക്കണം കൊണ്ടൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോഴും എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം എന്തായാലും കംപ്ലീറ്റ്ലി എന്തായാലും ഓക്കെയാണ്. വീഡിയോസൊക്കെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് നിങ്ങളൊക്കെ എന്തായാലും ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ കംപ്ലീറ്റ്ലി എന്തായാലും ഓക്കെ നിങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോകളൊക്കെ ഏകദേശം എന്തായാലും ഇത്ര ഏതായാലും ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മളെന്തായാലും ഇന്നെന്തായാലും നമ്മുടെ ഇന്ത്യൻ കാർസ് വെച്ചാണ് നമ്മളെന്തായാലും നോക്കിയത്. നമ്മുടെ ലോഗോ വെച്ച് നമ്മൾ വണ്ടികളൊക്കെ സ്പോണാക്കിയത്. ഓക്കെ, നമ്മളെന്തായാലും അടുത്ത പാർട്ട് നമ്മുടെ ഇന്ത്യൻ കാറിൻ്റെ തന്നെയാണ്. വെച്ചാൽ നമ്മുടെ ഈ ഒരു ഗെയിമിൽ നമുക്ക് ഇനിയും നിറയെ ഇന്ത്യൻ കാർസ് ഉണ്ട്. വെച്ചാൽ നമ്മുടെ എൻഡവർ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഏതാണ് മഹീന്ദ്രയുടെ തന്നെയായിട്ടുള്ള നമ്മുടെ ബലേറോ ഉണ്ട്. അങ്ങനെ കുറേ വേറെ വണ്ടികൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, ടൊയോട്ടയുടെ ഫോർച്യൂണർ ഉണ്ട്. അങ്ങനെ കുറേ വണ്ടികൾ പിന്നെ ഇനിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ വെച്ചൊക്കെ ചെയ്യണ്ടേ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലും ഇന്ത്യൻ തന്നെയാണ്. ഓക്കെ, ഇത് ഫസ്റ്റ് പാർട്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ കാർസ് വെച്ച് ലോഗോ വെച്ച് നമ്മുടെ മാജിക്കൽ പെയിൻറ്റിങ് ബോർഡ് വെച്ച് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.